ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബിസിനസ് ചെയ്യുന്ന ആളുകളോട്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊക്കെ ഒരുപാട് അധ്വാനിക്കുന്നു, ഒരുപാട് ഓടി നടക്കുന്നു. തൻ്റെ ബിസിനസ് നന്നാവണം, അല്ലെങ്കിൽ തൻ്റെ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നല്ലപോലെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനിൽ ഭയങ്കരമായിട്ട് നമ്മൾ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് വേണ്ടത്ര റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയും, ഓക്കെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അതാണ്, ഒരുപാട് പ്രോബ്ലംസാണ് മാർക്കറ്റിൽ, ഭയങ്കര കോമ്പറ്റീഷനാണ്, ഇങ്ങനെയുള്ള കുറേ റീസൺസ് അവരിങ്ങനെ ഫൈൻഡ് ചെയ്യും. അതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, സ്മാർട്ടായിട്ട് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ദർ ഈസ് റിസൾട്ട്, ദർ വിൽ ബി റിസൾട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ട്രാറ്റജീസ് ഞാൻ ഷെയർ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമറെ അപ്രോച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചാടി കയറി നിങ്ങളെ പ്രോഡക്റ്റിനെ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ബിസിനസ് ടോക്ക് നടത്താൻ പാടില്ല. നോ ബഡി ഈസ് ഇൻട്രസ്റ്റഡ് ടു ഡു ബിസിനസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. ആദ്യം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കൊരു റാപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ഇഫക്റ്റ് ഉണ്ടാവും, ഒരു വിശ്വാസം ഉണ്ടാവും. വാട്ട് ആക്ച്വലി ഹാപ്പൻ, പീപ്പിൾ ആർ സേയിങ് ലൈക്ക്, ഞാൻ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, കുറേ മീറ്റിംഗ്സ് നടത്തുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്, എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും പുള്ളിയുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ പോയി, ഹായ് ഹൗ ആർ യു, ഐ ആം ഫ്രം ദിസ് കമ്പനി, ഐ ഹാവ് ദീസ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ട് തുടങ്ങും. നോ, ദാറ്റ്സ് നോട്ട് എ സ്മാർട്ട് വേ. ഫസ്റ്റ് മേക്ക് എ റിലേഷൻഷിപ്പ്. അവിടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ച്, ഓക്കെ, അയാളുടെ ഒരു പേഴ്സണാലിറ്റി പഠിച്ചതിന് ശേഷം കുറച്ചൊക്കെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ്, നിങ്ങൾ വിൽക്കുന്ന പ്രോഡക്റ്റ്, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സർവീസ്, അതിൻ്റെ ഫീച്ചേഴ്സ് പറയുക എന്നുള്ള ഒരു മിസ്റ്റേക്ക് സാധാരണ സെയിൽസ് പീപ്പിൾ ചെയ്യാറുണ്ട്. ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങളൊരു ക്യാമറയായിട്ട് പോകുന്നു, ഒരു ക്യാമറ വെക്കാൻ ഒരാളടുത്ത് പോകുന്നു. അപ്പോൾ ഈ ക്യാമറയുടെ ക്വാളിറ്റീസ് ഇതാണ്, ഈ ക്യാമറയുടെ ഗുണങ്ങൾ ഇതാണ്, ഇതിന് ഇത്ര റാം ഉണ്ട്, ഇത്ര മെമ്മറി ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദിസ് ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദറ്റ് പ്രോഡക്റ്റ്. മനുഷ്യന്മാരെങ്ങനെയാണ് ചിന്തിക്കുന്നത് വെച്ചാൽ, എന്ത് കാണുമ്പോഴും എനിക്ക് എന്താണ് ഇതിൽ ബെനിഫിറ്റ്സ്, വാട്ട് ഈസ് മൈ ബെനിഫിറ്റ്സ്, ഇതിലെന്താണ് എനിക്കുള്ളത് എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് കൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആളോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് മാത്രം പറഞ്ഞാൽ പോരാ, ഇന്ന ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന ഗുണങ്ങളുണ്ട് എന്ന് പറയണം. അല്ലെങ്കിൽ ആ ഫീച്ചേഴ്സുമായിട്ട്, ആ പ്രോഡക്റ്റായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ആളാണ് എങ്കിൽ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആ കമ്പനി എടുക്കുന്നത് കൊണ്ട് ഇയാൾക്ക് എന്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ പോയിട്ട് കാണുന്നത് അവിടെ റിസപ്ഷനിലുള്ള ഒരാളാണെന്ന് കൂട്ടിക്കോളൂ. ഒരു ഓഫീസിൽ നിങ്ങൾ എത്തുന്നു, റിസപ്ഷനിസ്റ്റിനെ കാണുന്നു. റിസപ്ഷനിസ്റ്റിന് നിങ്ങൾ ഈ പ്രോഡക്റ്റ് ആ കമ്പനി വാങ്ങിയത് കൊണ്ടോ വാങ്ങാതിരുന്നതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല, ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് നോട്ട് ഈസ് മാറ്റർ. അപ്പോൾ നിങ്ങളെന്ത് പറയണം, ഈ പ്രോഡക്റ്റ് നിങ്ങൾ ഇവിടുത്തെ പർച്ചേസ് മാനേജർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ എന്നെ ഒന്ന് അവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തന്നു കഴിഞ്ഞാൽ, നാളെ ഈ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ് കാരണം, ഇതിൻ്റെ ഫീച്ചേഴ്സ് കാരണം മാനേജർ വിൽ ബി വെരി ഹാപ്പി. ആൾ വളരെ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സിൻ്റെ കാരണത്താൽ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇന്ന ആളെ റെഫർ ചെയ്തത് ഈ റിസപ്ഷനിസ്റ്റ് ആണല്ലോ എന്നുള്ളത് കാരണം യു വിൽ ഗെറ്റ് എ ഗുഡ് ഫീൽ ഫ്രം ദാറ്റ് ഗൈ. അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് കമ്പനിക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള രൂപത്തിൽ ആൾ നിങ്ങളെ കാണും. സോ ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ്സ് ഫോർ ദിസ് റിസപ്ഷനിസ്റ്റ്. റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട്. ചാടി കയറി എവിടെയും കയറിയിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞുകൊണ്ട് നോ ബെനിഫിറ്റ്സ്. സോ ടെൽ ദ ബെനിഫിറ്റ്സ് ഓഫ് ദാറ്റ് പേഴ്സൺ. ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്, അവർക്കുള്ള ബെനിഫിറ്റ് എന്താണ് ഈ പ്രോഡക്റ്റിനെ കമ്പനി വാങ്ങുന്നത് കൊണ്ട്, ഈ സർവീസ് കമ്പനി എടുക്കുന്നത് കൊണ്ട് എന്നുള്ള രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ആൻഡ് ഫൈനലി, നമ്മുടെ മനസ്സിൽ എപ്പോഴും മൂന്നാമതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഒരു സെയിൽസ്മാൻ്റെ അടുത്താണെങ്കിൽ അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു സർവീസ് മെൻറ്റാലിറ്റി വേണം. കൊടുക്കുന്ന പ്രോഡക്റ്റ്, വിൽക്കുന്ന പ്രോഡക്റ്റ് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും ക്വാളിറ്റി ആയിട്ട് ചെയ്യണം. അല്ലാതെ ലാഭം ഉണ്ടാക്കുക ഈ ചിന്ത മാത്രം, ഈ ലാഭം എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് ബൈ പ്രോഡക്റ്റാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും അങ്ങനെ തന്നെയാണ് ലൈഫിൽ. നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നല്ല ക്വാളിറ്റേറ്റീവ് ഇൻപുട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഡെലിവറി ചെയ്യണമെങ്കിൽ പീപ്പിൾ വിൽ ലൈക്ക് യു. നാളെ ഒരു ദിവസം നിങ്ങളുടെ സർവീസ് നല്ലതാണെങ്കിൽ പ്രൈസ് പോലും പിന്നീട് നോക്കില്ല. ഇന്ന സപ്ലയർ എടുത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാം, അവർ നല്ല സർവീസ് തരും എന്ന് മാത്രമേ അവർ പറയുള്ളൂ. ഒരിക്കലും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തില്ല, നിങ്ങളുടെ ഈ പ്രൈസിൻ്റെ കാര്യം അവർ നോക്കില്ല. So that's the thing. So focus on the service or focus on the quality, not on the profit. So I told you 3 things. First thing, make a friendship, make a rapport
വിത്ത് എ പൊട്ടൻഷ്യൽ കസ്റ്റമർ. അതുണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സെയിൽസ് നടത്താൻ തുടങ്ങുക. രണ്ടാമതായിട്ട് എപ്പോഴും പ്രോഡക്റ്റിൻ്റെ ബെനിഫിറ്റ്, ഈ വ്യക്തിക്കുള്ള ബെനിഫിറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഇട്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സോ സേ ദ ബെനിഫിറ്റ്സ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ആൻഡ് ഫൈനലി കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ആർ ദെയർ ടു ഗിവ് എ ഗുഡ് ക്വാളിറ്റി ഐറ്റംസ്, നല്ല ക്വാളിറ്റി ഐറ്റംസ് കൊടുക്കാൻ, ക്വാളിറ്റി സർവീസ് കൊടുക്കാൻ, സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ബിസിനസ് ചെയ്യാൻ, നിങ്ങൾ സെയിൽസ് നടത്താൻ. I hope this video will help you to improve your business, to get a great result in your business, and all the very best. Thank you.